നമ്മുടെയൊക്കെ വണ്ടികളിൽ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റിൻ്റെ ബൾബിൻ്റെ മുകളിലായിട്ട് ഇതേപോലൊരു കോട്ടിങ് കാണാൻ സാധിക്കും. ഇതിൻ്റെ ശരിക്കുള്ള ഉപയോഗം എന്താണ്? നമുക്കൊന്ന് വിശദമായിട്ട് നോക്കിയാലോ. ഇത് യഥാർത്ഥത്തിൽ വളരെ ഉയർന്ന താപനില വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള ഹൈ ഗ്രേഡ് സെറാമിക് പെയിൻ്റ് ആണ്. ബൾബ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇതേപോലെയുള്ള ട്യൂബ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് കണക്ട് ചെയ്യുന്ന വഴി ബൾബ് ഡിപ്പ് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെയുള്ള ഒരു ചെറിയ ഒരു ടോപ്പ് അവിടെ ഫോം ചെയ്യും. ഈ ടോപ്പ് യഥാർത്ഥത്തിൽ ഒരു ലെൻസ് പോലെ പ്രവർത്തിക്കും. അതിൻ്റെ ഫലമായി ഈ ഒരു ബൾബിൻ്റെ ഏറ്റവും നടുക്കത്തെ ആ പോയിന്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രകാശം എന്ന് പറയുന്നത് വളരെ തീവ്രതയേറിയതായിരിക്കും. നമുക്ക് ഡ്രൈവിംഗ് വളരെയധികം കണ്ണിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാവും. അപകടങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ആ സെൻട്രൽ പോർഷൻ, ആ ലെൻസ് പോലെ ഇരിക്കുന്ന ഭാഗത്ത് ഇതേ രീതി ഹൈ ഗ്രേഡ് സെറാമിക് കൊണ്ട് കോട്ട് ചെയ്യുന്നത്. അങ്ങനെ കോട്ട് ചെയ്യുന്നത് വഴി നമുക്ക് ആ സെൻട്രലിൽ നിന്നുള്ള ആ ഒരു ഫിലമെന്റ് കത്തി പഴുത്ത് നിൽക്കുമ്പോൾ ആ ഒരു പ്രകാശം നേരിട്ട് കണ്ണിലേക്ക് അടിക്കുന്നത് മറച്ചു വെക്കുന്നു. ഇനി നല്ലൊരു ഉദാഹരണം കൂടി ഞാൻ കാണിച്ചു തരാം. ബൈക്ക് ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഹെഡ്ലൈറ്റ് ഒന്ന് നോക്കിയാൽ വളരെ തീവ്രമായിട്ടുള്ള ഒരു പ്രകാശമാണ് ആ ഫിലമെന്റിൽ നിന്ന് വരുന്നത്. എന്നാൽ നമ്മൾ ഈ പറയുന്ന കറുത്ത ആ ഒരു പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന് അഭിമുഖമായിട്ട് വരുമ്പം ആ ഗ്ലെയർ വളരെ കുറവാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ദന്തൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും അവിടുത്തെ പ്രൊജക്ഷൻ ലൈറ്റിലും കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഹൈ ടെമ്പറേച്ചർ സെറാമിക് പെയിന്റുകൾ ഒരു പരിധി വരെ ബൾബിൽ നിന്നുള്ള ലെൻസിങ് എഫക്റ്റിന്റെ ടെമ്പറേച്ചർ പുറമേക്ക് വ്യാപിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. ഇനി നമുക്ക് വണ്ടി ബ്രൈറ്റും ഡിമ്മും ആക്കുമ്പോൾ എന്താണ് ലാമ്പിൽ സംഭവിക്കുന്നതെന്ന് ഒന്ന് വിശദമായിട്ട് നോക്കിയാലോ. ഈ ഒരു ബൾബിന്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് ഒരു റിഫ്ലക്ടർ അറേഞ്ച്മെന്റ് കാണാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഡിം ആകാൻ സഹായിക്കുന്നത്. തൊട്ട് താഴത്ത് കാണുന്ന ഫിലമെന്റ് ആണ് ഹൈ ബീം അഥവാ ബ്രൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് പവർ ചെയ്ത് നോക്കുവാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൊട്ട് മുകളിൽ റിഫ്ലക്ടറിൽ ആ ലൈറ്റ് സ്പ്രെഡ് ആകാതെ ഒരു ഭാഗത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിം ആവുന്നു. ഇനി തൊട്ട് താഴത്തെ ബ്രൈറ്റ് ആണ്. ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന വോൾട്ടേജ് വളരെ കുറവായിട്ടുകൊണ്ടാണ് ബ്രൈറ്റ് അധികം കത്താത്തത്. ഇനി കൂടുതൽ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കത്തും. ബ്രൈറ്റും ഡിമ്മും അടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ലൈറ്റ് ഈ ലെൻസിങ് എഫക്റ്റ് മൂലം ചിന്നിച്ചിതറി പോവാതിരിക്കാനും ഈ ഒരു സെറാമിക് പെയിന്റ് സഹായകരമാണ്. നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ നാളത്തെ ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ കഥയുണ്ട്. അപ്പോൾ അധികം ആരും പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത ഇത്തരം പ്രായോഗിക തലത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.